ഹലോ എവ്രി വൺ, നോട്ട്സ് പോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ 10th സ്റ്റാൻഡേർഡ് ബയോളജി ഫസ്റ്റ് ചാപ്റ്ററായ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് വാട്ട് ഈസ് സ്റ്റിമുലസ്, എന്താണ് റെസ്പോൺസ്, പിന്നെ ഇതൊക്കെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഏതാണ്, ആ സിസ്റ്റത്തിനെ പറ്റി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു പിക്ചർ നോക്കാം. ഈ പിക്ചറിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു നായ്ക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന, പെട്ടെന്ന് അതിൻ്റെ മുമ്പിലേക്ക് ഒരു മീറ്റ് വെച്ച് കൊടുക്കുന്നു. അത് കാണുമ്പോൾ തന്നെ ആ നായിൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു, അതിനൊരു കൊതി വരുന്നു. ഇവിടെ നടക്കുന്ന ഇവൻ്റ് എന്താണെന്ന് വെച്ചാൽ ആ പീസ് ഓഫ് മീറ്റ് ആ നായ്ക്കുട്ടി കാണുന്നു എന്നതാണ് അവിടുത്തെ ഇവൻറ്റ്. അത് റെസ്പോണ്ട് ചെയ്തതോ അതിന് വായിൽ കൊതി വന്നിട്ട്, വായിൽ നിന്ന് വെള്ളം വന്നിട്ട്. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരാൾ ചൂടുള്ള പാത്രം പോയിട്ട് പിടിക്കുന്നു, കൈ പൊള്ളുന്നത് കൊണ്ട് അപ്പം തന്നെ കൈ വിഡ്രോ ചെയ്യുന്നു. ഇവിടെ എന്താണ്, ചൂടുള്ള പാത്രം പോയി പിടിക്കുക, അത് ഫീൽ ചെയ്യുക, അതാണ് അവിടുത്തെ സ്റ്റിമുലസ്. ആ കൈ വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ റെസ്പോൺസ്. പിന്നെ നമുക്ക് വേറെ ഒരു കോമൺ ആയിട്ട് അറിയുന്നൊരു എക്സാമ്പിളാണ് നമ്മുടെ തൊട്ടാവാടി പോയി നമ്മൾ തൊടുമ്പോൾ തന്നെ അത് അതിൻ്റെ ഇലയൊക്കെ ഷെഡ് ചെയ്യും. അവിടെ എന്താണ് സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, നമ്മൾ പോയി തൊടുന്നതാണ് അവിടുത്തെ സ്റ്റിമുലസ്. അത് ഷെഡ് ചെയ്യുക എന്നതാണ് അത് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ നിന്ന് റെസ്പോൺസ് ഉണർത്തുന്ന ഏത് സെൻസിനെയും നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയും. അല്ലെങ്കിൽ എനിത്തിങ് ദാറ്റ് കോസസ് എ റെസ്പോൺസ്, ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്ന എന്തിനേയും നമുക്ക് സ്റ്റിമുലസ് എന്ന് പറയാം. ആൻഡ് എവറി ഓർഗാനിസംസ് റെസ്പോണ്ട് ടു എ സ്റ്റിമുലസ്. ഓക്കെ, നമ്മളപ്പോൾ എങ്ങനെയാണ് ഒരു സെൻസ് ചെയ്യുന്നത് ഒരു സംഭവത്തിനെ? അത് മെയിനായിട്ട് നമ്മുടെ സെൻസറി ഓർഗൻസ് വെച്ചിട്ടാണ്. ഐസ്, നോസ്, ടങ്, ഇയർ ആൻഡ് അവർ സ്കിൻ. ഇതിലൂടെയൊക്കെയാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത്. എങ്ങനെ? കണ്ടിട്ടും കേട്ടിട്ടും ഫീൽ ചെയ്തിട്ടും ടേസ്റ്റ് ചെയ്തിട്ടും സ്മെൽ ചെയ്തിട്ടൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നാൽ നമ്മൾ ഈ സെൻസറി ഓർഗൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും സെൻസ് ചെയ്യും. അതായത് തൊടുമ്പോൾ നമ്മളെ സ്കിൻ എന്താവും, അത് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ സെൻസ് ചെയ്യും. നമ്മൾ കണ്ടിട്ട് സെൻസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ട് സെൻസ് ചെയ്യും. അങ്ങനെ സെൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റിമുലസ് നമ്മൾ സെൻസ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എന്താക്കും, അതിനോട് റെസ്പോണ്ട് ചെയ്യും. ഈ സ്റ്റിമുലസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: എക്സ്റ്റേണൽ സ്റ്റിമുലസും ഇൻറ്റേർണൽ സ്റ്റിമുലസും. എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സെൻസറി ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ ഫീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ സെൻസ് ചെയ്തിട്ട് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്തത്. പക്ഷേ ഇൻറ്റേർണൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശക്കുമ്പം ഫുഡ് കഴിക്കുക, ദാഹിക്കുമ്പം വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ റെസ്പോണ്ടാണ്. അതിൻ്റെ സ്റ്റിമുലസ് എന്തായിരുന്നു? ഈ ഹങ്കർ, തേഴ്സ്റ്റ് എന്നൊക്കെ പറയുന്നതാണ് അവിടുത്തെ സ്റ്റിമുലസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, നമ്മളെ കണ്ണുകൊണ്ട് ചിലപ്പോൾ നല്ലതും കാണും, പേടിപ്പിക്കുന്നതും കാണും. നമ്മൾ രണ്ടിനോട് റിയാക്ട് ചെയ്യുന്ന രീതി രണ്ട് ടൈപ്പായിട്ടാണ്. അങ്ങനെ നമ്മൾ ഓരോ ഈവൻറ്റിനോട് റിയാക്ട് ചെയ്യുന്നതെല്ലാം വേറെ വേറെ രീതിക്കാണ്. കണ്ണുകൊണ്ട് കാണുമ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ റിയാക്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ റിയാക്ഷനിലും വ്യത്യാസം വരും, റെസ്പോൺസിലും. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡീൻ്റെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റർ. ഓരോ സ്റ്റിമുലസിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. നമ്മുടെ ഈ സെൻസറി ഓർഗൻസ് കാരണം നമ്മൾ സെൻസ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് അതിന് കറക്റ്റായിട്ടൊരു റെസ്പോൺസ് തരുന്നത് ഈ സിസ്റ്റം മര്യാദക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് കിട്ടുമ്പോൾ അത് നമ്മുടെ നെർവ്സിലൂടെ പാസ് ചെയ്യും. എങ്ങോട്ട്? സ്പൈനൽ കോഡിലേക്കോ ബ്രെയിനിലേക്കോ. ആ ബ്രെയിൻ അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ട് തിരിച്ച് മെസ്സേജ് ആയിട്ട് നെർവ്സിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യും. അങ്ങനെ അത് തിരിച്ച് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബോഡി അതുപോലെ റെസ്പോണ്ട് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ചൂടുള്ള പാത്രം പോയി പിടിക്കുമ്പോൾ എന്തായിരിക്കും? ഓക്കെ, ചൂടുള്ളൊരു പാത്രം തൊട്ടു എന്ന് നമ്മുടെ സ്കിൻ വഴി മെസ്സേജ് നമ്മുടെ നെർവ്സിലേക്ക് കിട്ടും. ആ നെർവ്സ് ഫുൾ ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ ബ്രെയിൻ പറയും ഓക്കെ, കൈ വിഡ്രോ ചെയ്തോളൂ. ബ്രെയിനോ സ്പൈനൽ കോഡോ എവിടെയാണ് പോകുന്നത് അവിടെ അവർ പറയും ഓക്കെ വിഡ്രോ ചെയ്തോ, കുറേ നേരം വെച്ചാൽ പൊള്ളും. ആ മെസ്സേജ് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് പാസ് ചെയ്യും, നമ്മൾ വിഡ്രോ ചെയ്യും. ഇതാണ് മെയിനായിട്ട് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്സിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോണാണ്. ഈ ന്യൂറോണിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. ഇതിൽ കാണുന്ന പോലെ അതിനൊരു സെൽ ബോഡി ഉണ്ട്. ഈ സെൽ ബോഡിക്ക് ചുറ്റും ചെറിയ ചെറിയ ഷോർട്ട് ഫിലമെൻ്റൽ സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡെൻഡ്രോൺസ് എന്ന് പറയുന്നത്. ആ ഫിലമെൻറ്റ് ഫർദർ ബ്രാഞ്ചസ് ആയി മാറുമ്പോൾ അതിനെ നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും. അതിനൊരു ലോങ് ഫിലമെൻ്റ് ഉണ്ട്, അതിനെ നമ്മൾ ആക്സൺ എന്ന് പറയും. അത് ബ്രാഞ്ച് ആകുമ്പോൾ ആക്സണൈറ്റ്. ഈ ആക്സണൈറ്റിൻ്റെ ടിപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും. ഈ ആക്സണിനെ കവർ ചെയ്തുകൊണ്ട് കുറച്ച് ഷ്വാൻ സെൽസ് ഉണ്ട്. ഈ ഷ്വാൻ സെൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ലിപ്പിഡ് മെംബ്രെയിൻ, ഒരു ലിപ്പിഡ് കോട്ടിംഗ് മെംബ്രെയിൻ ഉണ്ട്. അതിനെ നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയും. സോ ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യും? എവിടെന്നെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് സ്റ്റിമുലസ് റിസീവ് ചെയ്യും. ഡെൻഡ്രൈറ്റ് അത് ഡെൻഡ്രോണിലേക്ക് പാസ് ചെയ്യും. ഡെൻഡ്രോൺ ടു സെൽ ബോഡി, സെൽ ബോഡിയിൽ നിന്ന് അത് ആക്സണിലേക്ക് പാസ് ചെയ്യും. ആക്സൺ ടു ആക്സണൈറ്റ്, ആക്സണൈറ്റ് അത് എന്താക്കും? സിനാപ്റ്റിക് നോബിലേക്ക് കൊടുക്കും. ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകുന്നത് ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ വഴിയാണ്. ഒരു ഇലക്ട്രിക്കൽ ചാർജസ് ആയിട്ടാണ് ഇത് പോകുന്നത്. പക്ഷേ ഈ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ അവിടുന്ന് അത് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് പാസ് ചെയ്യണം. സോ ഇത് അവിടെ അതൊരു കെമിക്കൽസ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ ഈ മൈലിൻ ഷീത്തിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഈ ആക്സോണിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നെർവ്സ് എന്ന് വിളിക്കുന്നത്. ഈ നെർവ്സിൽ ഷ്വാൻ സെൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഷ്വാൻ സെൽസിന് പകരം ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസാണ് നമ്മൾ കാണുക. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആക്സണിൻ്റെ, അതായത് നമ്മുടെ നെർവ്സിൽ ആക്സണിനെ കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ചെയ്തിട്ടാണ് ഷ്വാൻ സെൽസ് മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത്. പക്ഷേ സ്പൈനൽ കോഡിലും ബ്രെയിനിലും ഡിഫറെൻ്റ് ആക്സൻസിനെ തമ്മിലോ അല്ലെങ്കിൽ ഒരു ആക്സൻ തന്നെ ഡിഫറെൻറ്റ് പോർഷനിലോ ആയിരിക്കും ഈ മൈലിൻ ഷീത്ത് കവർ ചെയ്യും. അതായത് ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് കവർ ചെയ്തിട്ട് മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്നത്. ഈ മൈലിൻ ഷീത്ത് കാണുമ്പം ഒരു വൈറ്റ് മാറ്ററായിട്ടാണ് കാണുന്നത്, ഷൈനി വൈറ്റ് പാർട്ടിക്കിളായിട്ടാണ്. അപ്പം നമ്മുടെ ഈ സ്പൈനൽ കോഡിലും ബ്രെയിനിലും ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ ഒരു ആക്സൻ്റെ തന്നെ ഡിഫറെൻറ്റ് പോർഷനിലോ അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ആക്സൻസ് തമ്മിൽ ഇങ്ങനെ മൈലിൻ ഷീത്ത് കാണുന്നുള്ളൂ. അപ്പോൾ ഈ മൈലിനേറ്റഡ് സെൽസിനെ അല്ലെ മൈലിൻ ഷീത്ത് കാണുന്ന ഏരിയയെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയും. ഈ മൈലിൻ ഷീറ്റ് കാണാത്ത ഏരിയനെയോ നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയും. അതായത് നോൺ മൈലിനേറ്റഡ് ഷീറ്റ്സിൻ്റെ ഏരിയനെ നമ്മൾ ഗ്രേ മാറ്റർ എന്നും, മൈലിനേറ്റഡ് ഷീറ്റ്സ് എന്താ പറയുക അപ്പിറ്റൻ്റായിട്ട് കാണുന്ന ഏരിയനെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നും പറയും. അത് നമുക്ക് ഈ പിക്ചറിൽ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും എന്താണ് വൈറ്റ് മാറ്റർ, എന്താണ് ഗ്രേ മാറ്റർ എന്ന്. വൈറ്റ് പോർഷനായി കാണുന്നതാണ് വൈറ്റ് മാറ്റർ. ആ വൈറ്റ് പോർഷൻ ആകാനുള്ള കാരണം അവിടെ മൈലിൻ ഷീറ്റ് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ഗ്രേ മാറ്ററിൽ മൈലിൻ ഷീറ്റ് നമുക്ക് കാണാനേ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒരു മെസ്സേജ് നമ്മുടെ ഒരു ന്യൂറോണിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഈ ന്യൂറോൺ എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റാന്ന് പറഞ്ഞില്ലേ, അതായത് ന്യൂറോണിൻ്റെ വേറൊരു പേര് നെർവ് സെൽ. നോർമൽ സെൽസിൽ എന്തെല്ലാം ഉണ്ട് അതന്നെ നമ്മുടെ ന്യൂറോൺസിലും ഉണ്ട്. അതായത് അതിന് സെൽ ബോഡിയും സൈറ്റോപ്ലാസവും പിന്നെ സെൽ മെംബ്രെയിനും ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിനില്ലേ, അതിൻ്റെ പുറത്ത് എപ്പോഴും പോസിറ്റീവ്ലി ചാർജ്ഡും ഉള്ളിൽ നെഗറ്റീവ്ലി ചാർജ്ഡും ആയിരിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അയൺ ഡിസ്ട്രിബ്യൂഷനിലുള്ളൊരു വേരിയേഷൻ കൊണ്ടാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ എത്ര അറിഞ്ഞാൽ മതി, പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവുമാണ്. ഒരു സ്റ്റിമുലേഷൻ കിട്ടുമ്പം ആ കിട്ടുന്ന റിസീവ് ചെയ്യുന്ന ഏരിയ, ആ ഏരിയയിൽ അയൺ ഡിസ്ട്രിബ്യൂഷൻ ഒരു ചേഞ്ച് വരും. ഉള്ളിൽ പോസിറ്റീവും പുറത്ത് അത് നെഗറ്റീവുമായിട്ട് മാറും. അങ്ങനെ ഈ ഒരു അയൺ ഡിസ്ട്രിബ്യൂഷനിലൊരു വേരിയേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുമ്പോഴാണ് അവിടെ ഒരു ഇമ്പൾസ് ക്രിയേറ്റ് ആകുന്നത്. ഇനി ഇതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഉള്ളിൽ പോസിറ്റീവായി പുറത്ത് നെഗറ്റീവായി ഒരു സ്റ്റിമുലേഷൻ കിട്ടിയപ്പോൾ അവിടെ ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്ത്, ആ ഒരു പാർട്ടിൽ അങ്ങനെ ഒരു വേരിയേഷൻ വരുമ്പം അതിന്
തൊട്ടടുത്തുള്ള പാർട്ടിന് ഭയങ്കര ഒരു ടെൻഡൻസി ഉണ്ടാവും ഇതുപോലെ തന്നെ മാറാൻ വേണ്ടിയിട്ട്. കാരണം അവിടത്തേക്കും ആ ഒരു സ്റ്റിമുലേഷൻ, ആ ഒരു പിന്നെ ഇമ്പൾസിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും ഈ അഡ്ജസൻ്റായിട്ട് നിൽക്കുന്ന പാർട്ട്. അപ്പോൾ അവർ പെട്ടെന്ന് എന്താവും, ഇതുപോലെ തന്നെ ചേഞ്ച് ആവും. ഉള്ളിൽ പോസിറ്റീവും അവർ നെഗറ്റീവ് ആവും. ഈ സമയത്ത് നമ്മുടെ ഫസ്റ്റ് പോർഷൻ പെട്ടെന്ന് പഴയതുപോലെ തന്നെ ആയിട്ടുണ്ടാവും. കാരണം ഇതൊരു മൊമെൻറ്റിൽ മാത്രമേ അയണിന് അങ്ങനെ ചേഞ്ച് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പോർഷൻ പഴയതുപോലെ, സെക്കൻഡ് പോർഷനിൽ ചേഞ്ച് വന്നു, തേർഡ് പോർഷൻ എന്തായി, തേർഡ് പോർഷൻ ഒരു ടെൻഡൻസി ഉണ്ടായി. ഈ സെക്കൻഡ് പോർഷൻ ഇങ്ങനെ മാറിയപ്പോൾ തേർഡ് പോർഷൻ ഒരു ടെൻഡൻസി ഉണ്ടായി. അപ്പോൾ ആ തേർഡ് പോർഷൻ മാറും, ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവും. അപ്പോഴത്തേക്ക് ഫസ്റ്റ് 2 പോർഷൻസ് പഴയതുപോലെ തേർഡ് പോർഷനായി ആ ചേഞ്ച് വന്നത്. അപ്പോൾ ഫോർത്ത് പോർഷന് ആ ഒരു ടെൻഡൻസി വരും മാറാൻ വേണ്ടി. അങ്ങനെ ഇതൊരു റിയാക്ഷൻ പോലെ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളോട്ടും പുറത്തോട്ടും ഇങ്ങനെ വേരിയേഷൻ ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് ഒരു സ്റ്റിമുലേഷൻ ലഭിക്കുമ്പോൾ അവിടുത്തെ ഈ ഒരു അയണിക് ഇക്വിലിബ്രിയം ഉണ്ടല്ലോ, അയോൺസ്, അത് ചേഞ്ച് ചെയ്യും. ഔട്ടർ സർഫസ് നെഗറ്റീവ് ആവും, ഇന്നർ സർഫസ് പോസിറ്റീവ് ആവും. അങ്ങനെ ആസ് എ റിസൾട്ട് അവിടെ എന്താവും, ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഇനി ഇമ്പൾസ് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ തൊട്ടടുത്ത അഡ്ജസൻറ്റിന് ഈ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നതനുസരിച്ചിട്ടാണ് ചേഞ്ച് വരികയാണ്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ്റെ ഒരു ചാർട്ട് എങ്ങനെ എവിടുന്ന് എവിടത്തേക്കാന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡെൻഡ്രൈറ്റ് മുതൽ നമ്മുടെ സിനാപ്റ്റിക് നോബ് വരെ ഉള്ളത്. ഇനി നെക്സ്റ്റ്, ഒരു സിനാപ്റ്റിക് നോബിൽ നിന്ന് നെക്സ്റ്റ് ഡെൻഡ്രൈറ്റിലേക്ക് പാസ് ചെയ്തത് എങ്ങനെയാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അതിന് നമ്മൾ അറിയേണ്ട ടേമാണ് സിനാപ്സ്. സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനാണ്. ഒരു ന്യൂറോണും തമ്മിലുള്ള ജംഗ്ഷനോ, ന്യൂറോണും മസിൽ സെൽസും തമ്മിലുള്ള ജംഗ്ഷനോ, അല്ലെങ്കിൽ ന്യൂറോണും ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലുള്ള ഒരു ജംഗ്ഷനോ, ഈ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ്. നമുക്ക് ഈ പിക്ചർ നോക്കാം. ഇത് നമ്മുടെ സിനാപ്റ്റിക് നോബും നെക്സ്റ്റ് ഡെൻഡ്രൈറ്റും തമ്മിൽ വരുന്ന ഒരു ജംഗ്ഷനാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. ഓക്കെ, ഇവിടെ നമ്മളൊരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഡെൻഡ്രൈറ്റ് ടു സിനാപ്റ്റിക് നോബ് എത്തി. ഈ സിനാപ്റ്റിക് നോബിലെത്തുമ്പം നെക്സ്റ്റ് അവിടുന്ന് അപ്പുറത്തേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ സിനാപ്റ്റിക് നോബ് എന്താക്കും, കുറച്ച് കെമിക്കൽസ് റിലീസ് ചെയ്യും. എങ്ങോട്ട്? ഈ നടുവിലുള്ളൊരു ഗ്യാപ്പുണ്ട്, സിനാപ്റ്റിക് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ഗ്യാപ്പിലേക്ക് അവർ കുറച്ച് കെമിക്കൽസ് റിലീസ് ചെയ്യും. ആ കെമിക്കൽസിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താക്കുമെന്ന് വെച്ചാൽ, ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിനാപ്റ്റിക് ഗ്യാപ്പിന് പറയുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ആ ഗ്യാപ്പിൽ നിന്ന് അവർ പോയിട്ട് തൊട്ടടുത്തുള്ള ന്യൂറോണിനെയോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഏതാണോ അവിടെയുള്ള മസിൽ സെല്ലോ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി ഹിറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കും. പിന്നെ അവിടെ സ്റ്റിമുലേഷൻ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണ് ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുക. സെയിം വേ അവർ ട്രാൻസ്മിറ്റ് ആവും. അവർ നമ്മുടെ സിനാപ്റ്റിക് നോബിലെത്തും, അവിടുന്ന് കെമിക്കൽസ് റിലീസ് ചെയ്യും, നെക്സ്റ്റ് ന്യൂറോണിലേക്ക് അതൊരു ഇമ്പൾസായിട്ട് പോകും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ നമ്മൾ കെമിക്കൽസിനെ നമ്മൾ പറഞ്ഞില്ലേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് വിളിക്കാൻ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ 2 എക്സാമ്പിളാണ് അസറ്റൈൽ കൊളൈനും ഡോപ്പാമിനും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ന്യൂറോൺസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ്. നമ്മളെ ടെക്സ്റ്റിൽ അതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡയറക്ഷൻ. ഈ മെസ്സേജ് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ വെച്ചിട്ട്. അതൊന്ന് സെൻസറി ന്യൂറോണും മറ്റേത് മോട്ടോർ ന്യൂറോണും ആണ്. ഈ സെൻസറി ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് മെസ്സേജ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ കൊടുക്കുന്ന അതിനെയാണ് നമ്മൾ സെൻസറി ന്യൂറോൺ എന്ന് പറയുക. അവിടുന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷനൊക്കെ തീരുമാനിച്ചിട്ട് തിരിച്ച് നമ്മുടെ ഓർഗനിലേക്ക് കൊണ്ടുപോകില്ലേ, ആ ന്യൂറോണിനെയാണ് നമ്മൾ എന്ത് പറയുക, മോട്ടോർ ന്യൂറോൺ എന്ന് പറയുക. ഇതിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ന്യൂറോണുണ്ട്, ഇൻ്റർസെപ്റ്റർ ന്യൂറോൺ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഇടാം. ഇത് ഞങ്ങളുടെ ഒരു പുതിയ ചാനലാണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് എടുക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കമൻസോ എന്തുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതനുസരിച്ചിട്ട് ഞങ്ങൾ ഡെവലപ്മെൻറ്റ് വരുത്തുന്നതാണ്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു.